നമ്മളിത് അടുത്ത പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ് ഉള്ളതാണെങ്കിൽ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം. 3090 3080 നമ്മളെ കമ്പാരിസൺ ആണ്. നിങ്ങൾ 3090 3080 ഇത് ഏത് കാർഡ് എടുക്കണം എന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു മനസ്സിലായി തരാം. 3080 സംബന്ധിച്ചിടത്തോളം പവർ 3090 അപേക്ഷിച്ച് കുറവുള്ള പവർ സപ്ലൈ ഉപയോഗിച്ചാൽ മതി. ഏകദേശം ഒരു 650 750 ഉള്ള ഒരു പവർ സപ്ലൈ 3080 ധാരാളമാണ്. അതേസമയം 850 മുതൽ മുകളിലോട്ടുള്ള പവർ സപ്ലൈ മാത്രമേ 3090 ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, രണ്ട് ഗ്രാഫിക്സ് കാർഡുകൾ 3 ഫാൻ ആണ്. സോ ഒരുവിധം ചെറിയ ക്യാബിനറ്റുകളിൽ സപ്പോർട്ട് ആവത്തില്ല. ഇതൊരു കമ്പാരിസൺ അല്ല, രണ്ട് കാർഡുകളുടെ സെയിം അവസ്ഥയാണ് പറയുന്നത്. മൂന്നാമത്തത് 3090 സംബന്ധിച്ചിടത്തോളം 3090 ഏകദേശം 8 പിന്നിന്റെ 2 സോക്കറ്റ് വേണ്ടി വരും പവറിന്. 3080 സംബന്ധിച്ചിടത്തോളം ഒരു 8 പിന്നും ഒരു 6 പിന്നും മതി പവറിന്. അതേസമയം 3090 2 8 പിന്നുകൾ ഉള്ള പവർ സപ്ലൈ കമ്പൽസറി ആയിട്ട് വേണം. നാലാമത്തെ പോയിന്റുകളെ സംബന്ധിച്ചിടത്തോളം വി റാമിന്റെ ഒരു കമ്പാരിസൺ ആണ്. 3080 എപ്പോഴും 10 GB ഓർ 12 GB ആണ് വരുന്നത്. അതേസമയം 3090 24 GB ആണ് വരുന്നത്. അതേപോലെ തന്നെ പോർട്ടുകളെ പറ്റി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്ട് ഏകദേശം 3080 2 HDMI 2 DP, അതേസമയം 3090 3 DP പോർട്ടും ഒരു HDMI പോർട്ടുമാണ് അവൈലബിൾ ആയിട്ട് ഈ കാർഡുകളിൽ വരുന്നത്. ബ്രാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൊട്ടാക്കും ഒന്ന് ജിഗാബൈറ്റും ആണ്. 3080 ജിഗാബൈറ്റ് ആണ്, 3090 സൊട്ടാക്ക് ആണ്. ഈ രണ്ട് ബ്രാൻഡുകളും അത്യാവശ്യം സർവീസ് കുഴപ്പമില്ലാതെ പോകുന്നതാണ്. വാറന്റി സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഡഡ് വാറന്റി അവൈലബിൾ ആയിട്ട് വരുന്നത് സൊട്ടാക്ക് ബ്രാൻഡിനാണ്. 5 വർഷം വരെ വാറന്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്ന് 3 ഇയർ മറ്റോ ആണ്. 3080 സംബന്ധിച്ചിടത്തോളം 3 ഇയർ വാറന്റിയാണ് കമ്പൽസറി ആയിട്ട് കിട്ടത്തുള്ളൂ. എക്സ്റ്റെൻഡ് എന്നുള്ളൊരു കാര്യം 3080 നടക്കില്ല. എന്റെ കയ്യിലിരിക്കുന്നത് 3090 ആണ്, രാജാവാണ്. 30 സീരീസിലെ ഏറ്റവും ടോപ്പാണ് 3090. ഏറ്റവും ടോപ്പാണ്, ടോപ്പിന്റെ താഴെയാണോ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്നാലും 3080 ഒരുവിധം അടിപൊളിയാണ്. എന്റെ കയ്യിലിരിക്കുന്നതിന്റെ കമ്പാരിസന്റെ ഭാഗമായിട്ടുള്ള റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3090 50,000 അടുപ്പിച്ച് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ 3080 ഏകദേശം 25,000 to 30,000 മാത്രമേ വരുന്നുള്ളൂ. റേറ്റ് ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 3080 ആണ് കുറവ്, 3090 കൂടുതലാണ്. പവറിന്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ 3090 പവർഫുൾ കാർഡാണ്, 3080 പവർഫുൾ ആണ്, പക്ഷേ ഒരു 750 പവർ സപ്ലൈ മതി എന്ന് പറഞ്ഞു. അതേപോലെ വേറൊരു പോയിന്റ് ആണ്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു ഗെയിമർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ രണ്ട് കാർഡുകളും അടിപൊളിയാണ്. 3090 8K അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 3080 4K 8K കളിക്കാം. ഭയങ്കര ഹെവി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ വി റാമിന്റെ ബേസിസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വർക്ക് ലോഡ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ റെൻഡറിംഗ് എഡിറ്റിംഗ് ഡിസൈനിങ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ 3090 ഒരു രാജാവ് തന്നെയാണ്. 3090 അത്രത്തോളം സാധ്യത വരുന്നില്ല എന്ന് പറഞ്ഞ് 3090 ഉപയോഗിക്കുന്ന ഒരാൾ 3080 പോകണ്ട. 3080 ഇരിക്കുന്ന ഒരാൾ 3090 വരുന്നതിൽ തെറ്റുമില്ല. പോർട്ടുകളിൽ നമ്മൾ കമ്പാരിസൺ ചെയ്തു, ഫാനുകൾ നമ്മൾ കമ്പാരിസൺ ചെയ്തു, അതുപോലെ തന്നെ പെർഫോമൻസിൽ കമ്പാരിസൺ ചെയ്തു, എടുക്കുന്ന പവർ സപ്ലൈയിൽ കമ്പാരിസൺ ചെയ്തു. ഇനി ഇതിന്റെ കോമൺ ആയിട്ട് പറഞ്ഞത് 3 ഫാൻ ആണ്. ഒരുവിധം ക്യാബിനറ്റിൽ സപ്പോർട്ട് ചെയ്യത്തില്ല, വളരെ വലിയ ക്യാബിനറ്റിൽ തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ട് കാർഡുകൾക്കുമുള്ള ഒരു കോമൺ പ്രത്യേകതകളിലൊന്ന്, ഇതിൽ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. 3090 കുറച്ചധികം വെയിറ്റ് കൂടുതലാണ്. 3080 3 ഫാൻ ആയതുകൊണ്ടും വെയിറ്റ് അതിനും ഒരു താരതമ്യേന ഒരുവിധം വെയിറ്റ് ഉണ്ടാവും. അപ്പൊ അതിനും സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കൂടുതൽ നാള് നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് നന്നായിട്ട് പോകണമെങ്കിൽ ഈ പോർട്ടിൽ മാത്രം ബലം കൊടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ടായി. ഇതാണ് എന്റെ 3080 3090 തമ്മിലുള്ള കമ്പാരിസൺ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പേജുമായിട്ട് ബന്ധപ്പെടാം. കമന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് രണ്ട് എന്നല്ല, എല്ലാ കാർഡ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാർഡുകളുടെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഓക്കെ, ശരി.